മഹാത്മാഗാന്ധിക്കില്ലാത്ത, ജവഹർലാൽ നെഹ്റുവിനില്ലാത്ത, ഇന്ദിരാഗാന്ധിക്കില്ലാത്ത ഐത്തമാണോ RSSനോട് VD സതീശന്? എൻ്റെ സതീശൻജി, ഒന്നും ചെയ്യാൻ കഴിയില്ല. നിയമപരമായിട്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. VC-മാർ പങ്കെടുത്തതിനെ കുറിച്ച് എല്ലാ സർക്കാരിനും, കഴിഞ്ഞ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് 4 പേര് പങ്കെടുത്തിരുന്നില്ലേ? അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇവർക്ക് മുന്നിലേക്ക് ഞാൻ ചില ഉദാഹരണങ്ങൾ വെക്കാം. 1934 നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി RSSന്റെ ക്യാമ്പ് സന്ദർശിച്ചിട്ടുണ്ട്. VD സതീശന് ഇതിലെന്താണ് നിലപാട്? അദ്ദേഹം സംഘത്തിന്റെ 1934 മഹാരാഷ്ട്രയിലെ വാർധയിൽ നടന്ന ക്യാമ്പ് സന്ദർശിച്ചുവെന്ന് മാത്രമല്ല, ആ കാലഘട്ടങ്ങളിൽ നിലനിന്നിരുന്ന ഐത്തവും അനാചാരവും ഒക്കെ ആ കാലഘട്ടങ്ങളിൽ വളരെ ശക്തമായി നിലനിന്നിരുന്നുവെങ്കിൽ അതൊന്നുമില്ലാതെ സ്വയം സേവകർ ഒരു പാത്രത്തിൽ നിന്ന് ഒരുമിച്ച് ആഹാരം കഴിച്ച് ഒരുമിച്ച് ഒരു പായിൽ കിടന്ന് ഉറങ്ങുന്ന രീതിയിലുള്ള ഒരു സാഹോദര്യം, അല്ലെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന ആളുകളുടെ ജാതി ഏതാണെന്ന് ചോദിക്കാതെ ഒരുമിച്ച് സഹോദരന്മാരെ പോലെ ജീവിക്കുന്നു. ഇതാണ് ഞാൻ ഈ ക്യാമ്പിൽ വ്യത്യസ്തമായി കണ്ടത് എന്ന് മഹാത്മാഗാന്ധി കുറിച്ചിട്ടുണ്ട്. അപ്പോൾ 1934 മഹാത്മാഗാന്ധി രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ക്യാമ്പ് സന്ദർശിച്ചതാണ്. ഇനി 1947 രാഷ്ട്ര വിഭജനത്തിന് ശേഷം 1947 സെപ്റ്റംബർ മാസം 16-ാം തീയതി രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ മറ്റൊരു ക്യാമ്പിലെത്തിയ മഹാത്മാഗാന്ധി അദ്ദേഹം സ്വയം സേവകരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. രാഷ്ട്ര വിഭജനം നടക്കുന്ന സമയത്ത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും 2 ദേശത്തേക്ക് പലായനം ചെയ്യുന്ന സമയത്ത് അവിടെ സമീപനത്തോടുകൂടി എങ്ങനെയാണ് ആ വിഷയത്തെ സ്വയം സേവകർ കൈകാര്യം ചെയ്തത് എന്നതിനെപ്പറ്റി മഹാത്മാഗാന്ധി 1947 സെപ്റ്റംബർ 16 സ്വയം സേവകരെ അഭിസംബോധന ചെയ്യുന്ന ഘട്ടത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. ഇനിയും അതിലും പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് പറയാനുള്ളത്, റിപ്പബ്ലിക് ദിന പരേഡിൽ ഭാരതത്തിന്റെ സൈന്യത്തിനൊപ്പം മാർച്ച് ചെയ്ത സംഘടനയാണ് രാഷ്ട്രീയ സ്വയം സേവക. ആരാണ് ക്ഷണിച്ചത്? ജവഹർലാൽ നെഹ്റുവാണ് ക്ഷണിച്ചത്. ഇതുപോലൊരു RSS വിരുദ്ധനില്ല. RSSനെ നഖശികാന്തം എതിർത്തിരുന്ന ജവഹർലാൽ നെഹ്റു 1963 റിപ്പബ്ലിക് ദിന പരേഡിൽ ഭാരതത്തിന്റെ സൈന്യത്തിനൊപ്പം കർത്തവ്യപഥത്തിൽ മാർച്ച് ചെയ്യാൻ ക്ഷണിച്ചത് RSSന്റെ സ്വയം സേവകരെയാണ്. അതെന്തിനാണ്? 1962 ഇന്ത്യ ചൈന യുദ്ധകാലത്ത് ചൈന അതിർത്തിയിൽ ഭാരതത്തിന്റെ സൈനികരെ സഹായിക്കാൻ സ്വയം സേവകർ എത്തി എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തെ അതുവരെ എതിർത്തിരുന്ന ജവഹർലാൽ നെഹ്റു 1963 ജനുവരി 26 റിപ്പബ്ലിക് ദിന പരേഡിൽ സ്വയം സേവകരെ ക്ഷണിച്ചത്. അപ്പോൾ അത് ചരിത്രത്തിന്റെ ഭാഗമാണ്. ഇനി 1973 സംഘത്തിന്റെ ദ്വിതീയ സർസംഘചാലകായ, രണ്ടാമത്തെ സർസംഘചാലകായ ഗുരുജി ഗോൾവാൾക്കർ അന്തരിച്ചതിന് ശേഷം ഭാരതത്തിന്റെ പാർലമെന്റിൽ മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ഇന്ദിരാഗാന്ധി ആരായിരുന്നു ഗുരുജി ഗോൾവാൾക്കർ എന്നതിനെപ്പറ്റി വിശദീകരിക്കുന്നുണ്ട്. ഭാരതത്തിന്റെ രാഷ്ട്രവിഭജനത്തിന് ശേഷമുള്ള ചരിത്രത്തിൽ പ്രത്യേകിച്ച് ജമ്മു കശ്മീരിനെ ഭാരതത്തിനൊപ്പം നിർത്താൻ, അങ്ങനെ ഭാരതത്തിന്റെ ഭാഗമല്ലാതാകേണ്ടിയിരുന്ന പല സ്റ്റേറ്റുകളെ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായി നിലയുറപ്പിക്കുവാൻ സർദാർ പട്ടേലിന്റെ നിർദ്ദേശാനുസരണം ഗുരുജി ഗോൾവാൾക്കർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് എന്നതിനെപ്പറ്റി ഈ ഇന്ദിരാഗാന്ധി